ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പൊരിച്ച പത്തിരിയാണ്. കൈകൊണ്ട് കുഴച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുണ്ട്, പുറം ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. പത്തിരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ വറുത്ത പത്തിരിപ്പൊടിയാണ്. ഇപ്പോൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പം കൈ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒട്ടും കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. തീ കത്തിച്ചിട്ടില്ല കേട്ടോ. കട്ടകളൊക്കെ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കാതെ വെക്കരുത്. നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുന്നുണ്ട്. തിക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ അങ്ങ് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇളക്കാനും വലിയ അടി പിടിക്കാതൊക്കെ ഇരിക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ കണ്ടത് നമ്മൾ ഇളക്കി ഇങ്ങനെ കുഴച്ച് മറിച്ച് അങ്ങ് കൊടുത്താൽ മതി. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ തിക്കായിട്ട് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുക്കാനായിട്ട് പറ്റണം. അപ്പം നല്ല ഉണ്ടയായിട്ടിങ്ങ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ സ്പാച്ചുലയിൽ ഒറ്റ ഉണ്ടയായിട്ടിങ്ങ് എടുക്കാനായിട്ട് പറ്റണം. അത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് വരട്ടെ. അതുവരെ തുറന്ന് വെക്കണ്ട, നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അതൊരു റൂം ടെമ്പറേച്ചറൊക്കെ ഒന്ന് ആയി വരട്ടെ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പത്തിരി പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. അത് ചൂടായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ പെരിഞ്ജീരകം ചേർക്കുമ്പോൾ. ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി നമുക്ക് 2-3 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയില്ലേ, അതിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തങ്ങ് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. നമുക്കതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറുത്ത എള്ള് അങ്ങ് വിതറി കൊടുക്കുകയാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കുഴച്ചെടുത്ത സമയത്ത് കുറച്ചൊന്ന് അധികം അങ്ങോട്ട് ടൈറ്റ് ആയിട്ടില്ല. കുറച്ച് നല്ല ടൈറ്റ് ആവുകയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ കുഴയ്ക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായിട്ട് പറ്റുന്ന പോലെ ഉണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല പത്തിരി തന്നെ ഉണ്ടായി കിട്ടും. അപ്പോൾ നമ്മളിപ്പം മാവ് കുഴയ്ക്കുന്നതിനെ പറ്റി പേടിക്കുകയോ ടെൻഷനോ ഒന്നും വേണ്ട. ഇച്ചിരി ഒന്ന് ഇതായി പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാലും നന്നായിട്ട് ടൈറ്റ് ആക്കി എടുക്കുകയാണ് സേഫ്. നമുക്ക് ഒരു ഉരുളയായിട്ട് അങ്ങ് എടുക്കാം. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ അടുത്ത ഉരുളയെടുത്ത് പരത്തി അങ്ങ് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് കഴിയും കേട്ടോ. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ രാവിലെ എണീറ്റിട്ട് നമുക്ക് ജോലി ചെയ്യാൻ മടിയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്നാൽ നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം, സൺഡേ സ്പെഷ്യൽ ഐറ്റവും വേണം എന്നൊക്കെ തോന്നുന്ന സമയം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് തലേദിവസം രാത്രി കുഴച്ചിട്ട് ഇതുപോലെ പരത്തി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. രാവിലെ എണീക്കുമ്പോൾ ആദ്യം തന്നെ എടുത്ത് അത് പുറത്തങ്ങ് വെക്കുക. എന്നിട്ട് മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ടാവും. എന്നിട്ട് അതെടുത്ത് എണ്ണയിലിട്ടങ്ങ് പൊരിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് പൊരിച്ച പത്തിരി റെഡിയാവും. സൺഡേ സ്പെഷ്യൽ ഐറ്റം മെനക്കെടാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. 10 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് പരത്തി വെച്ചിരിക്കുന്ന പത്തിരി ഇട്ട് കൊടുക്കാം. എണ്ണയിലിട്ട ഉടനെ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അടിഭാഗം ഒന്ന് നന്നായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ആ സൈഡും ഒന്ന് ആകുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് കോരിയും എടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കേട്ടോ, നല്ല മുരിഞ്ഞിരിക്കുന്ന സൗണ്ടില്ലേ. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. എന്നാലും കുറച്ചെങ്കിലും ഉള്ള എണ്ണ കൂടെ അത് ടിഷ്യൂ പേപ്പറിൽ അങ്ങ് വലിച്ചെടുക്കട്ടെ. നമുക്ക് അടുത്ത പത്തിരി ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതുപോലത്തെ ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2-3-4 എണ്ണം ഒക്കെ ഒരുമിച്ചിട്ട് പൊരിച്ചെടുക്കാൻ പറ്റും. അടുത്ത 2 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 എണ്ണം ഇടുന്ന സമയത്ത് ഒരുമിച്ച് അങ്ങ് ഇടണ്ട. കാരണം അത് കുഴിഞ്ഞ ചെറിയ ചീനച്ചട്ടിയല്ലേ. അപ്പോൾ ഒരെണ്ണം ഇട്ട് 1-2 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ഇത് എണ്ണ തീരെ ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ദോശക്കല്ലിൽ കുറച്ച് മാത്രം എണ്ണ ആക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. അങ്ങനെ ചെയ്യുമ്പം തീ വളരെ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും.
അപ്പോൾ അത് അടുത്തതും ആയിട്ടുണ്ട്, അതും എടുക്കാം. അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട്. 10 പൊരിച്ച പത്തിരി റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല മുരിഞ്ഞിരിക്കുന്ന സൗണ്ട് കേട്ടില്ലേ? കാണാനും നല്ല ഭംഗിയാണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ശരിക്കും ഇത് ഈവനിങ് സ്നാക്കായിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. ഞാനിപ്പോൾ കഴിക്കാൻ പോണത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയും പൊരിച്ച പത്തിരിയാണ്. ഈ ചിക്കൻ കറിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളി എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ ഒരു പെരുംജീരകവും ചെറിയുള്ളിയൊക്കെ വരുമ്പോഴത്തേക്കും തേങ്ങയുടെ, പക്ഷേ ഉള്ളിയുടെ ടേസ്റ്റ് ഒന്നും അല്ലട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം പൊരിച്ച പത്തിരിയൊക്കെ കഴിച്ച് അവർക്ക് അറിയായിരിക്കും. അപ്പോൾ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇതുപോലെ എളുപ്പത്തിൽ പൊരിച്ച പത്തിരി ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടും കഴിക്കാം. പിന്നെ ഇത് ചൂടോടുകൂടി കഴിക്കണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ആ ഒരു ക്രിസ്പിനെസ് തണുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. എന്നാലും ടേസ്റ്റ് തന്നെയായിരിക്കും കഴിക്കാനായിട്ട്. ഇതുവരെയും ഇതുപോലെ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.